ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്, ഇത് കേളുച്ചാരുടെ കഥയാണ്. കേളുച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം. കാഴ്ചയിലും സമാനതയുണ്ട്. കേളുച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴിത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിയുടെ കുത്തികളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57. 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ്. 15-ാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാനോങ്ങി അച്ഛന്റെ കൈകയറി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കി കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറുങ്കിലടപ്പിച്ചത്, 4 ആളെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളുച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു നീ ഇങ്ങനെ? ഒരു തെറ്റിനെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ്, ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത്, ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക്? കേളുച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 അടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരും അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളുച്ചാർ പറഞ്ഞു, ഒരവസരം തരിക, ഒരവസരം, സത്യം പറയാൻ, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരത്തിന്. ഉടനെ ദൈവം കേളുച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളുച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായിട്ടുറങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all, Your Honor. മാലു മോളെ, സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? 2ാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങണതിന്റെ മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനാ. പോകണ്ടോ അപ്പുറത്ത്? സ്വസ്ഥത വേണം എനിക്ക്. ഹലോ, ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? 2ാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലെന്നറിയാം. എനിക്ക് നിങ്ങളുടെ 4 മണ്ണും വേണ്ട, 4 മുക്കാലും വേണ്ട. പക്ഷേ എന്റെ കുട്ടികളെ തെരുവിലാക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്നൊഴിക്കട്ടെ? അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിളിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വരില്ല. ഇനിയിപ്പോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമേ ഉള്ളൂ. അതെന്താ എന്റെ കുട്ടിയെ? ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ?
ഏയ് ഏ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാച്ചാ. ആ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പോ വരാട്ടോ. ഓ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. ആ, മാലു പോയോ? ആ, പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിൽ എല്ലാം എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവിവേകം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പച്ചെടുക്കേ അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക, കേട്ടോ. കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിലിരിക്കുക മോള്. കൊലക്കേറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു. ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭമുണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ, വിളിക്കണോ? കരയണ്ട, പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ? ആ ആ പോട്ടെ, സാരമില്ല. സാരമില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ? പറയില്ല ഞാൻ. അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല. അറിയില്ല, അറിയിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകൂ. അതുകൊണ്ട് അമ്മേ, അച്ഛൻ പോയി. അമ്മേ, അമ്മേ, ജഗത, എവിടെ പോയി കിടക്കുന്നു? ഗിരി,
ചതിച്ചു. കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചീരണം. നീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്നു തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു.